ജോളി ആന്റണിയെയാണ്. ഒരു ചെറുപ്പക്കാരന് കർമ്മശേഷി കൊണ്ട് എത്രത്തോളം ഉയരാൻ കഴിയും എന്നതിൻ്റെ നേർദൃഷ്ടാന്തമാണ് ശ്രീ ജോളി ആന്റണിയുടെ തൊഴിൽ ജീവിതം. ജോളി ആന്റണിയിലേക്ക് പ്രവാസ ചിന്തകൾ സഞ്ചരിക്കുന്നു. മിസ്റ്റർ ജോളി ആന്റണി, പ്രവാസ ചിന്തകളിലേക്ക് താങ്കളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അൽസഫീനയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്, ഫൗണ്ടറാണ് താങ്കൾ. വളരെ പെട്ടെന്നാണ് അൽസഫീന ഒരു വടവൃക്ഷമായി മാറിയെന്ന്. ഏകദേശം 10ഓളം ശാഖകൾ റാസൽ ഹൈമയിൽ ആരംഭിച്ചു. UAE-യിലുടനീളം ഇപ്പോൾ അത് വളർന്നുകൊണ്ടിരിക്കുന്നു. എന്തായിരുന്നു തുടക്കം? 2005 അൽസഫീന ട്രാവൽ ആൻഡ് ടൂറിസം റാസൽ ഖൈമയിൽ ആദ്യമായി തുടങ്ങുന്നത്. പിന്നെ ഹിഷാം പറഞ്ഞ പോലെ ഇത് പെട്ടെന്നുള്ളൊരു വളർച്ചയല്ല. 10 വർഷം ഒരു നല്ല കാലയളവാണ് വളർച്ചയ്ക്കുള്ളത്. ഒരു ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു 10 വർഷം കൊണ്ട് ഈ ഒരു ലെവലിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. ഇപ്പൊ നമുക്ക് UAE-യിൽ 10 ഓഫീസുണ്ട്. 11ാമത്തെ ഓഫീസ് റാസൽ ഖൈമയിൽ പുതിയത് തുറക്കുന്നുണ്ട്. പിന്നെ കൊച്ചിയിൽ നമുക്ക് അൽസഫീന ഹോളിഡേയ്സ് നമ്മളുടെ പാർട്ട് ഓഫ് ദ ബിസിനസ് ആണ്. UAE-യിൽ ഇപ്പോൾ 4 ഓഫീസ് റാസൽ ഖൈമയിലുണ്ട്. ഫിജേറയിൽ 2 ഓഫീസ്, അജ്മാൻ, ഷാർജ, അലൈൻ, ദുബായ്. പുതിയൊരു ഡെവലപ്മെന്റ് ഇപ്പോൾ അടുത്ത ഒരു ലാസ്റ്റ് 2 ഇയേഴ്സിൽ ഉണ്ടായത്, നമ്മൾ ഇവിടെ UAE-യിലെ എമിറേറ്റ്സ് പോസ്റ്റ് ആയിട്ട് ഒരു എഗ്രിമെന്റ് വെച്ചു. എല്ലാ എമിറേറ്റ്സ് പോസ്റ്റിന്റെ ഔട്ട്ലെറ്റിലും അൽസഫീന ട്രാവൽ ആൻഡ് ടൂറിസം ഓഫീസ് തുറക്കും. അതിന്റെ ഭാഗമായിട്ട് റാസൽ ഖൈമ പോസ്റ്റ് ഓഫീസിൽ നമ്മൾ തുറന്നു, ഫിജേറ പോസ്റ്റ് ഓഫീസിൽ തുറന്നു, ദുബായ് കരാമ പോസ്റ്റ് ഓഫീസിൽ നമ്മൾ തുറന്നു. നെക്സ്റ്റ് നമുക്ക് വരുന്നത് അബുദാബി സെൻട്രൽ പോസ്റ്റ് ഓഫീസിലാണ്. ഈ ജോളി ആന്റണി, ശരിക്കും ഈ ഒരു മേഖല തന്നെ തിരഞ്ഞെടുക്കാൻ കാരണമായ എന്താണ്? ഗ്രാജുവേഷൻ കഴിഞ്ഞ സമയത്ത് എനിക്ക് എപ്പോഴും ഒരു സർവീസ് ഇൻഡസ്ട്രിയോട് ഒരു ആഭിമുഖ്യം കൂടുതലായിരുന്നു. അപ്പൊ എന്റെ മനസ്സിലുണ്ടായിരുന്ന 2 കാര്യങ്ങള്, ഒന്നുകിൽ ഹോട്ടൽ മാനേജ്മെന്റ്, അതൊരു ടൈപ്പ് ഓഫ് സർവീസ് ഇൻഡസ്ട്രിയാണ്, അല്ലെങ്കിൽ ട്രാവൽ. ഒരു നിലയ്ക്ക് അതൊരു സർവീസ് പ്ലസ് ഗ്ലാമർ കൂടിയാണ്. ഒരു 3 ഇയേഴ്സ് ഞാൻ കൊച്ചിയിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് സൗദി അറേബ്യക്ക് മൂവ് ചെയ്തു. അവിടെ ഒരു ട്രാവൽ ഏജൻസിയുടെ മാനേജർ ആയിരുന്നു. ഓൾമോസ്റ്റ് 10 ഇയേഴ്സ് അവിടെ വർക്ക് ചെയ്തു. അതിനുശേഷമാണ് UAE-യിൽ വന്ന് നമ്മുടെ സ്വന്തമായ സംരംഭം റാസൽ ഖൈമയിൽ തുടങ്ങിയത്. UAE നാഷണൽ. അവര് കുറച്ചുകൂടി നമ്മളുടെ ക്ലോസ് ടു ദ ഹാർട്ടാണ്, പൊളൈറ്റ് ആണ്. പിന്നെ എവിടെ പോയാലും പ്ലസും മൈനസും നല്ലതും ചീത്തയും ഒക്കെ ഉണ്ടാവും. പക്ഷെ അവിടെ നല്ലതിന്റെ പെർസെന്റേജ് കൂടുതലാണ്. അത് എനിക്ക് എന്റെ ഈ ട്രാവൽ ഡിവിഷന്റെ വളർച്ചയ്ക്കും കാര്യങ്ങൾക്കൊക്കെ വളരെ വളരെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ നമ്മളുടെ എയിം അല്ലെങ്കിൽ നമ്മളുടെ ഫോക്കസ് ഈ UAE നാഷണൽസ് ആയിരുന്നു. ടൈപ്പ് ഓഫ് ബിസിനസ് എക്സ്പാട്രിയേറ്റ്സിനേക്കാൾ കൂടുതൽ. അത് ശരിക്കും ഒരു നിലയ്ക്ക് നമുക്ക് വിജയിക്കാനുള്ള നല്ലൊരു വഴിയായിരുന്നു. മിസ്റ്റർ ജോളി ആന്റണി, താങ്കളെപ്പോലുള്ള സംരംഭകരിൽ ഞാൻ കാണുന്ന ഒരു പ്രത്യേകത, കഠിനാധ്വാനത്തിലൂടെ നിങ്ങളൊരു പ്രസ്ഥാനം പടുത്തുയർത്തുന്നു, അതിലൂടെ ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നു എന്നാണ്. എത്ര സ്റ്റാഫ് ഉണ്ട്? പല മേഖലകളിലായിട്ട് നമ്മളുടെ ബിസിനസ് വ്യാപിച്ചെടുക്കുകയാണ്. ട്രാവൽ ആൻഡ് ടൂറിസം എന്നുള്ളത് അതിലൊരു പാർട്ട് മാത്രമാണ്. വിവിധ മേഖലകളിലുള്ള ഫർണിച്ചർ, വെഹിക്കിൾ ബോഡി ബിൽഡിംഗ്, ട്രേഡിംഗ്, ഹെന്ന ബിസിനസ് ഉണ്ട്. അപ്പൊ അങ്ങനെ പല വിധത്തിലുള്ള മേഖലകളിലായിട്ട് 350 പീപ്പിൾ ഉണ്ട്. ഈ പഠിച്ചിരുന്ന കാലത്തെ ഇങ്ങനെ ആകണമെന്ന് വിചാരിച്ചിരുന്നു? ഈ മേഖലയാണ് അല്ലെങ്കിൽ എന്റെ മേഖല ഇതാണെന്ന് താങ്കൾ കരുതിയിരുന്നോ? ഇല്ല. പഠിച്ചിരുന്ന കാലത്ത് അങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ജോലി തുടങ്ങിയതിന് ശേഷം പല മാനേജേഴ്സിന്റെ കീഴിലും പല കമ്പനികളിലും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതാണ് കിട്ടേണ്ടത്, പക്ഷെ അവർ തന്നത് അതല്ല. അപ്പൊ അത് നമ്മളെ മനസ്സിലാക്കി തന്നതുകൊണ്ട് ഞാൻ എന്റെ സ്ഥാപനം തുടങ്ങിയപ്പോൾ എനിക്ക് എന്ത് കിട്ടേണ്ടിയിരുന്നോ, വാട്ട് വാസ് ഐ എക്സ്പെക്ടിങ്, അത് ഞാൻ എന്റെ കൂടെ വർക്ക് ചെയ്യണവർക്ക് കൊടുത്തു. അപ്പൊ അതുകൊണ്ട് ദൈവകൃപയാൽ എല്ലാവരും ഇപ്പൊ ഞങ്ങൾ 10 വർഷമായിട്ട് നമ്മുടെ കൂടെ തന്നെ ഇതിലെ ഭൂരിഭാഗം പേരും വർക്ക് ചെയ്യുന്നുണ്ട്. UAE നിക്ഷേപ സൗഹൃദ അന്തരീക്ഷമാണ്, അതിനുള്ള പറ്റിയ സവിശേഷതകളുണ്ട്. പക്ഷെ നമ്മുടെ നാട്ട് അത്രത്തോളം നിക്ഷേപ സൗഹൃദമല്ല എന്നൊരു സാധാരണ ബിസിനസ്സുകാർ ഒരു ആരോപണ സ്വഭാവത്തോടെ പറയുന്നതാണ്. വാസ്തവത്തിൽ താങ്കളുടെ കാഴ്ചപ്പാട്, നമ്മുടെ നാട് പ്രത്യേകിച്ച് കേരളം നിക്ഷേപ സൗഹൃദമായിട്ടില്ലേ? നിക്ഷേപ സൗഹൃദമായിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. നിക്ഷേപ സൗഹൃദമാണ്. ഇപ്പൊ നമ്മൾ നാട്ടില് 2 പുതിയ സംരംഭങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ദ ഫോഗ് മൂന്നാർ റിസോർട്ട് ആൻഡ് സ്പാ, അത് ഓൾറെഡി വർക്കിംഗ് ആണ്. ഇറ്റ്സ് ഡൂയിങ് വെരി ഗുഡ്.
മൂന്നാറിലെ തന്നെ 89 ഹോട്ടലിൽ ഇപ്പോൾ റേറ്റിംഗിൽ നമ്പർ 1 ആണ് ഫോഗ് മൂന്നാർ. നമ്മുടെ കൂടുതൽ ക്ലയൻസും അറബ്സും യൂറോപ്യൻസും നോർത്ത് ഇന്ത്യൻസും ആണ്. ക്ലയൻസ് എല്ലാം വളരെ ഹാപ്പിയാണ്. ഇപ്പോൾ നമ്മളുടെ അതിന്റെ ഒരു പുതിയ പ്രോജക്റ്റ് കൂടി വരുന്നുണ്ട്. അതും ഹോട്ടലിൽ തന്നെയാണ്. അത് മൂന്നാറിൽ അടുത്ത് തന്നെ നമ്മൾ ലോഞ്ച് ചെയ്യും. പിന്നെ അടുത്തതായിട്ട് നമ്മളിപ്പോ പുതിയൊരു സംരംഭം ഏറ്റെടുത്തത് മറീന മാൾ തോപ്പുംപടി കൊച്ചിയിൽ. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു 11 റെസ്റ്റോറന്റ് ഉള്ള ഫുഡ് കോർട്ട്, പിന്നെ സൂപ്പർ മാർക്കറ്റ്, അപ്സ്റ്റെയറിൽ വെഡിങ് ഹാള്. നമ്മളിവിടെ കഫേ ബ്രിസ്റ്റോ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു പുതിയൊരു നൈറ്റ് ഡൈനിങ് റെസ്റ്റോറന്റ് തുറന്നിട്ടുണ്ട്. ഇപ്പൊ കൊച്ചിയിൽ ആദ്യമായിട്ട് ഏർലി മോർണിംഗ് 4 o'clock വരെ ഡൈൻ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമായിട്ട് അത് മാറിയിട്ടുണ്ട്. പുതിയ ട്രെൻഡ് ആയിട്ടുണ്ട്. ഓൺലൈൻ ട്രേഡിങ്ങിന്റെ ഒരു അവസരമാണ്. ഈ ഓൺലൈൻ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട് താങ്കൾ തന്നെ ഒരു നവീനമായൊരു സംരംഭത്തിന് തുടക്കം കുറിക്കുന്നത് എന്താണ് അതിന്? പുതിയൊരു വെഞ്ചറാണ്, ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ഇപ്പൊ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. safinabuy.com ഒരു പുതിയ ഓൺലൈൻ സംരംഭം വിത്തിൻ 1 week ടൈം നമ്മൾ ലോഞ്ച് ചെയ്യും. ഈ ഓൺലൈൻ ട്രേഡിങ്ങിന്റെ ഒരു സാധ്യത എന്താണ്? ഇത് ഉപഭോക്താക്കൾക്ക് എത്രത്തോളം പ്രയോജനപ്പെടും ഇതിനെ ആശ്രയിക്കുന്നവർക്ക്? ഇപ്പോൾ safinabuy.com-ന്റെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു രീതി, ഒരാൾ നമ്മളുടെ സൈറ്റിൽ എന്ത് സാധനമായാലും ഓർഡർ ചെയ്താൽ ക്യാഷ് ഓൺ ഡെലിവറിയാണ്. ബിഫോർ ഡെലിവറി നിങ്ങൾക്ക് ആ സാധനം നോക്കാം. എനി ഡാമേജ് നിങ്ങൾ എടുക്കണ്ട, യു ക്യാൻ ഗിവ് ഇറ്റ് ബാക്ക്. ഇഫ് യു ആർ ഓക്കെ, യു ടേക്ക് ഇറ്റ് ആൻഡ് പേ ദ മണി. വിജയിച്ച ഒരു സംരംഭകൻ എന്ന നിലയ്ക്ക് ഇത്തരം മേഖലയിലേക്ക് കടന്നു വരുന്നവരോട് താങ്കൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ മേഖല എന്ന് ഞാൻ മാറ്റി നിർത്തുന്നില്ല. ഏത് മേഖലയായാലും ഒരു കാൻഡിഡേറ്റ് വർക്ക് ചെയ്യാൻ ഹാർഡ് വർക്കിന് തയ്യാറാണെങ്കിൽ, ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ, സക്സസ് വിൽ ബി ദെയർ. അതുകൊണ്ട് കുടുംബത്തെ കുറിച്ച് കൂടി പറയാൻ തോന്നുന്നു. കുടുംബം എവിടെയാണ്? എന്റെ ഭാര്യയുടെ പേര് വിജി, വീട് ആലുവയിലാണ്. എന്റെ വീട് തൃശ്ശൂരാണ്. 2 മക്കള്, ജുവാന, ജോവാൻ. അവരൊക്കെ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? ഒരാള് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഒരാള് 2ാം ക്ലാസ്സിൽ. എല്ലാവരും ഇവിടെ തന്നെ റാസൽ ഖൈമയിൽ തന്നെ നമ്മൾ സെറ്റിൽ ചെയ്തിരിക്കുന്നു. ഈ അഭിമുഖം അവസാനിക്കുന്നതിന് മുമ്പ് ഇത്രയും നാൾ ഈ ഒരുപാട് വളരെ സാധാരണ ഒരു റിസ്ക് എടുക്കണമല്ലോ. ഏത് സംരംഭകന്റെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ സാഹസികതയാണ്. അപ്പോൾ ഒരു റിസ്ക് എടുക്കുന്നു, പിന്നെ അതിന്റെ മേഖലകൾ കണ്ടെത്തുന്നു, അതിന്റെ സവിശേഷതകൾ മനസ്സിലാക്കുന്നു, അങ്ങനെ ബിസിനസ്സുമായി മുന്നോട്ട് പോകുന്നു. ഈ അർത്ഥത്തിൽ താങ്കൾ ഇതുവരെ പഠിച്ച പാഠം എന്താണ്? ഡെവലപ്മെന്റിന് വളരെ വളരെ സ്കോപ്പുള്ള സ്ഥലമാണ് UAE. ഇപ്പോൾ ഞാൻ കാണുന്നത് കേരളത്തിലും ഡെവലപ്മെന്റിന് വളരെ വളരെ സ്കോപ്പുണ്ട്. നമ്മളുടെ ഹാർഡ് വർക്കും ഡെഡിക്കേഷനും പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചുള്ള കറക്റ്റ് ആയിട്ടുള്ള റിസർച്ചും സപ്പോർട്ട് ചെയ്യാൻ ആളുകളും ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ സക്സസ്. ഈ അനുഭവത്തിന്റെ കരുത്തിലും പഠിച്ച പാഠങ്ങളിൽ നിന്നും കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് പോകാൻ താങ്കൾ കഴിയട്ടെ എന്ന് പ്രവാസ ചിന്തകൾക്ക് വേണ്ടി ആശംസിക്കുകയാണ്. ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നന്ദി.